ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാറാ ജെ മാസിന്റെ അക്കോട്ട സീരീസിലെ ആദ്യ പുസ്തകമായിട്ടുള്ള എ കോട്ട് ഓഫ് ത്രോൺസ് ആൻഡ് റോസസ് എന്ന് പറയുന്ന ഒരു അഡൽട്ട് ഹൈ ഫാന്റസി പുസ്തകത്തെ പറ്റിയാണ്. ഈ ഒരു സീരീസിൽ ഒരു നോവലി അടക്കം ഏകദേശം 5 പുസ്തകങ്ങളാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പുസ്തകത്തിന് കിട്ടിയിട്ടുള്ള ഹൈപ്പിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 16-ാം നൂറ്റാണ്ടിലെ സ്കോട്ടിഷ് നാടോടി ഗാനായിട്ടുള്ള ടാംലിന്റെ ഒരു ആവിഷ്കാരനാണ് ഈ ഒരു നോവല്. അതുമല്ലാതെ നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ക്ലാസിക് നോവലിനോട് ഏകദേശം സാമ്യമുള്ള ഒരു പുസ്തകം കൂടിയാണ് കേട്ടോ. മനുഷ്യന്മാരും മാന്ത്രിക ശക്തിയുള്ള ഫേകളും താമസിക്കുന്ന ഒരു ലോകത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഫേകൾ മനുഷ്യന്മാരെ അടിമകളാക്കിയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഫേകളോട് യുദ്ധം ചെയ്തിട്ട് മനുഷ്യന്മാര് സ്വാതന്ത്ര്യം നേടാണ്. അങ്ങനെ ഇവർ താമസിക്കുന്ന ഈ ഒരു ലോകത്തിന്റെ അതിർത്തി ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ് നമ്മുടെ നായികയായിട്ടുള്ള ഫേറ. അവൾക്ക് 19 വയസ്സാണ്. അവളുടെ ഫാമിലി ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ നേരിടുന്ന സമയമായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവള് കാട്ടിലേക്ക് വേട്ടയാടാൻ പോവാണ്. അവിടെ വെച്ചിട്ട് ഒരു വലിയ ചെന്നായനെ ഇവള് കൊല്ലുകയാണ്. സത്യത്തില് അതൊരു സാധാരണ ചെന്നായ ആയിരുന്നില്ല, മറിച്ച് മാന്ത്രിക ശക്തിയുള്ള ഫേ വർഗത്തിൽപ്പെട്ട ഒരാള് രൂപം മാറി വന്നതായിരുന്നു. ഇതിന്റെ ശിക്ഷയായിട്ട് ഫേകളൊക്കെ താമസിക്കുന്ന പ്രിതിൻ എന്ന് പറയുന്ന മാന്ത്രിക ലോകത്തേക്ക് അവിടുത്തെ പ്രഭുവായിട്ടുള്ള ടാംലിൻ ഫെയറയെ കൊണ്ടുപോവാണ്. അവിടെ വെച്ചിട്ടാണ് ഫെയറ തിരിച്ചറിയുന്നത് താൻ കേട്ടിട്ടുള്ള കഥകളെക്കാളൊക്കെ വളരെ വിചിത്രവും മനോഹരമായിട്ടുള്ള ഒരു ലോകമാണ് ഇതെന്നും ടാംലിന്റെ കൊട്ടാരത്തിലെ എല്ലാവർക്കും ഒരു ശാപം ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായിട്ട് മുഖംമൂടി ധരിക്കുന്നുണ്ടെന്നും ഇതിന് പിന്നിൽ അമരാന്ത എന്ന് പറയുന്ന ക്രൂരായിട്ടുള്ള രാജ്ഞിയാണ് എന്നൊക്കെ മനസ്സിലാക്കാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ടാംലിനും ഫെയറയ്ക്കും ഇടയിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ലോകത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ടാംലിനെയും പ്രിതിയൻ എന്ന് പറഞ്ഞ ഈ ഒരു ലോകത്തെയും അമരാന്തയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫെയറ ഇറങ്ങിത്തിരിക്കുന്നതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനകത്തുള്ളത്. നിങ്ങൾ നല്ലൊരു ഫാന്റസി പ്രേമിയാണെങ്കിൽ അതുമല്ലെങ്കിൽ അല്പം പ്രണയവും അതിസാഹസികതയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.